ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി വീഡിയോ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോർഡബിൾ നയൻ്റെ പുതിയൊരു കളക്ഷൻ കൊണ്ടുവരികയാണെന്ന്. നമ്മൾ മുൻപ് കൊണ്ടുവന്ന മെറ്റീരിയലൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽ മാറ്റി പിടിക്കാം. അങ്ങനെ ആകുമ്പോൾ എടുക്കുന്നവർക്കും തന്നെ ഓരോരുത്തർക്കും പല ഫാബ്രിക് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് മോഡൽസ് നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗീവ് അവേൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീവ് അവേൻ്റെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് എന്താണെന്നും ആ ഗീവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്നും എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതെന്നൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മാക്സിമം ഞാൻ നിങ്ങളെ കരുതി തന്നെയാണ് റേറ്റ് കുറച്ച് ഓരോ ഐറ്റംസ് കൊണ്ടുവരുന്നത്. റേറ്റ് കുറവാന്ന് കരുതിയിട്ട് നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി യാതൊരുവിധ കുറവുണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഇത് എടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫാബ്രിക് മനസ്സിലാക്കിയിട്ട്, ഇത് നല്ല ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കി എടുക്കാവൂ, എങ്കിലും നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ കേട്ടോ. പിന്നെ കളർ വേരിയേഷൻ ഉണ്ടാവും, മേ ബി ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ വിട്ടുതരാം കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 499 ആണ്. ഒരു പീസ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഇത് 699 നമുക്ക് മിനിമം റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാൻ 499 തരുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ലോക്കലല്ല. ഒരു പീസ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 40 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും. നിങ്ങൾ 2 പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ. DTDC ആണ് 40 രൂപ ഷിപ്പ്, പോസ്റ്റലാണെങ്കിൽ 60 രൂപ ഷിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫാബ്രിക് വരുന്നത് 2 ടോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇത് നമുക്ക് തൊടുമ്പോൾ തോന്നും മസ്ലിൻ ആണെന്നൊക്കെ തോന്നും. നല്ലൊരു ഫാബ്രിക് ആണ്, നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷെ വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല, കാരണം മെറ്റീരിയൽ കുറച്ച് കട്ടി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് നേലടിക്കത്തില്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നമ്മുടെ പ്യുവർ ജോർജറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ജോർജറ്റ് സാരീസ് എടുക്കുന്നവർക്ക് അധികം അറിയാം, ഒരു പിടി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അത് മെറ്റീരിയൽ കേട് വന്ന് പോകത്തൊന്നുമില്ല. ഇതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ഒരു പ്രശ്നം പറ്റില്ല. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. പക്ഷെ അത് കേട്ട് നേലടിക്കത്തില്ല. സൈസ് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഈ സൈസ് പറ്റുന്നവരെ എടുക്കാവൂ. അല്ലാത്ത പക്ഷം നിങ്ങളിത് സൈസ് നിങ്ങൾക്കിത് കറക്റ്റ് ആവാത്തവർ എടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആകും. ഏതൊരു ഡ്രസ്സും ടൈറ്റ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് വിടും, ഇല്ലെങ്കിൽ ടൈറ്റ് കൂടിയ ഭാഗത്ത് പിന്നിപ്പോരും. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് എൻ്റെ എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് ആക്കിയിട്ട് എനിക്ക് തിരിച്ചയക്കരുത് കേട്ടോ. എനിക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് കൊള്ളാത്തൊരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര വില കൂടിയ ഡ്രസ്സായാലും അത് കേട് വന്നു പോകും. അത് തന്നവരുടെ കുറ്റമല്ല, അത് ഇട്ടവരുടെ കുറ്റമായിരിക്കും. സോ നിങ്ങൾക്കിത് പറ്റുന്നവർ മാത്രം എടുക്കുക കേട്ടോ. കാരണം ഇതിന് മുൻപ് ഇപ്പോൾ അങ്ങനത്തെ ഒരു കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ല കേട്ടോ. കാരണം അത്രയും നല്ല സാധനമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പം നിങ്ങളും പറ്റുന്നവർ എടുക്കുക കേട്ടോ. ഇതൊരു നെഗറ്റീവായി പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവർ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ലാഗ് അടുപ്പിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഒന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് ഈ ഫാബ്രിക് മനസ്സിലാകും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇവിടെ നല്ല സുഖമായിരിക്കും. കണ്ടല്ലോ, ഇതിൻ്റെ യോക്കിലായിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാണ്. ഇത് ലോക്കൽ ഫാബ്രിക് ഒന്നുമല്ല, വിത്തൗട്ട് ലൈനിങ് ആണ്. ഇത് കിട്ടിക്കേണ്ടത് ഇതിന് ലൈനിങ് ഇല്ലെന്നൊന്നും പറയണ്ട. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ. കാരണം ഈ ഒരു ഫാബ്രിക്കിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മസ്ലിൻ ഉണ്ടല്ലോ, മസ്ലിൻ ക്ലോത്ത് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ വിത്ത് ഫോയിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രിന്റ് പോവുകയോ കളർ പോവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ്. സൈഡ് ഓപ്പൺ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോട്ടം കണ്ടല്ലോ, നല്ലൊരു അലാസ്റ്റിക് വരുന്നുണ്ട്. ഒരു പലാസോ ബോട്ടാണ് കേട്ടോ. ബോട്ടം കണ്ടല്ലോ, അത്യാവശ്യത്തിന് ബോട്ടം വിടുത്തുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പലാസോ ബോട്ടം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷേപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ബോട്ടം ആക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം. എല്ലാം ഒരു പിടിയുള്ളൂ, നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ധൈര്യമായിട്ട് എടുത്തോളൂ. വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷെ എങ്കിലും ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ ഈ ഒരു ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഷോള്. കണ്ടല്ലോ, ഷോള് അത്യാവശ്യത്തിന് ലെങ്ത്തും വിഡ്ത്തും എല്ലാം ഉണ്ട്. ഞാൻ പിട്ട് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ബാക്കി പ്രിൻ്റൊക്കെ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 1 സൈഡ് 23 ആണ് കേട്ടോ. ഇത് XXL ആണ്, പക്ഷെ ഇത് 3XL മെഷർമെൻറ്റ് ഉണ്ട്. ലാർജ് വേണ്ടവരൊക്കെ എടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. സ്ലീവ് വരുന്നത് 15 ആണ്. ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള മെഷർമെൻറ്റും പാടെ ഒന്ന് നോക്കാം കേട്ടോ. അത് 23 തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം. ടോപ്പ് നമ്മുടെ നോർമൽ ടോപ്പിന്റെ ലെങ്ത്തേ വരുള്ളൂ കേട്ടോ. 42 കിട്ടത്തുള്ളൂ. നമ്മുടെ ചുരിദാറൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത് തന്നെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇതിന്റെ ബോട്ടത്തിന്റെ ലെങ്ത് ഒന്ന് നോക്കി നോക്കാം. ബോട്ടം 40 ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സെറ്റാണ്. 3XL മെഷർമെന്റ് ഉണ്ട്.
അപ്പോൾ ലാർജ് വേണ്ടവരൊക്കെ എടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. XL 2XL വേണ്ടവരൊക്കെ എടുത്തോളൂ. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റാണ്. 499 വരുന്നുള്ളൂ. 2 പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് 699 മിനിമം റീറ്റെയിൽ പ്രൈസ് ഇടുന്ന ഒരു ഐറ്റമാണ് നമ്മൾ 499 തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സിന് പെട്ടെന്ന് കാണാം. നെക്സ്റ്റ് ഇതേ അതിൻ്റെ ഒരു കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം പീസസ് ഉണ്ട്. നമ്മൾ 1 by 1 ആയിട്ട് എല്ലാവർക്കും റീപ്ലൈ തരും കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് ധൃതി കൂട്ടരുത്, കാരണം നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ കുറച്ച് ഈവനിങ്ങിലാണല്ലോ. അപ്പോൾ എല്ലാവർക്കും റീപ്ലൈ തരും. പിന്നെ 10 മണിക്ക് ശേഷം ആകുമ്പോൾ നമ്മുടെ റീപ്ലൈ അങ്ങനെയായിട്ട് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ രാവിലെയും തന്നെ 9 മണിക്ക് മുൻപായിട്ട് നമ്മുടെ റീപ്ലൈ അധികം ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യമുള്ളവർ കോൾ ചെയ്തോളൂ കേട്ടോ. ഈ പ്രൊഡക്റ്റ് എന്തായാലും വേണമെന്നുള്ളവർ, കാരണം നമ്മൾ എൻഡ് ചെയ്യുന്നത് താഴത്തുനിന്ന് തന്നെയാണ് മെസ്സേജ് നോക്കി തുടങ്ങിയ കേട്ടോ. കണ്ടല്ലോ, ഭയങ്കര വെയിറ്റ്ലെസ് ഒന്നുമല്ല, പക്ഷെ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിൻ്റാണ്. അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ 1 by 1 ആയിട്ട് മെസ്സേജ് നോക്കിയാലും എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ നെക്കിൽ നല്ല ഒരു എംബ്രോയ്ഡറി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ബോട്ടാണ് കേട്ടോ. ഇത് ബോട്ടം പലാസോ ബോട്ടം തന്നെയാണ്, അതുകൊണ്ട് വിടുത്ത് വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഷോളൊന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാട്ടോ. തൊടുമ്പോൾ നമുക്ക് പ്യുവർ കോട്ടൺ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു കളർ ഉണ്ടാകും. ചില ഡ്രസ്സിൻ്റെ ഒക്കെ ഇത് പുതിയത് സ്റ്റിച്ച് ചെയ്ത് വന്നതാണ്. അപ്പോൾ ചിലത് ചോക്കായിരിക്കും കേട്ടോ, ചോക്ക് മാർക്കായിരിക്കും. അപ്പം നിങ്ങളത് ഡാമേജ് ആയിട്ടൊന്നും കണക്കാക്കണ്ട, ചോക്ക് മാർക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല ഒരു മാമ്പഴ മഞ്ഞ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ബോട്ടം ഷോൾ. ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിൻ്റെ വിടുത്ത് മാത്രം ഒന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം 3XL മെഷർമെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3XL വേണ്ടവർ എടുത്തോളൂ. XL 2XL ലാർജ് വേണ്ടവരൊക്കെ എടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി. കാരണം എനിക്ക് ലാർജേ ആവശ്യമുള്ളൂ. പക്ഷെ എനിക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയിൽ കിടക്കും. കാരണം ഞാൻ ഇതിൽ ഓൾറെഡി ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലുണ്ട് കേട്ടോ. ഞാൻ അത് ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. പക്ഷെ ഇത് എനിക്ക് ഷേപ്പ് ചെയ്യണം. അപ്പോൾ പിന്നെ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇന്നാണ് നമ്മുടെ സ്റ്റോക്ക് വന്ന് ഇന്ന് അങ്ങോട്ട് പൊട്ടിക്കുന്നുള്ളൂ. കണ്ടല്ലോ, ഇതാണ് നെക്സ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാട്ടോ. നേരിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ഷോളൊക്കെ അപ്പോൾ ഹിന്ദുസൊക്കെ ആണെങ്കിൽ 1 സൈഡ് ഇടുകയാണെങ്കിലൊക്കെ അത്യാവശ്യത്തിന് ലെങ്ത്തും വിടുത്തും കിട്ടുന്നുണ്ട്. അതെ, അതിൻ്റെ ബോട്ടാണ് കേട്ടോ. കണ്ടോ, ബോട്ടൊക്കെ കണ്ടോ, നല്ല വിടുത്തുണ്ട് കേട്ടോ. ചിലതൊക്കെ ഷറാറ ബോട്ടം പോലെ നല്ല വിടുത്തുണ്ട്. അപ്പോൾ ബോട്ടത്തിനൊന്നും യാതൊരു പ്രശ്നവും ആരും പറയില്ല. അതായത് വിടുത്ത് കുറവാണെന്നുള്ള കംപ്ലയിൻസ് ഒന്നും വരില്ല കേട്ടോ. കണ്ടല്ലോ, നല്ല വിടുത്ത് വരുന്നുണ്ട്. ഇത് ഒന്നാമത് ടോപ്പ് കുറച്ച് ലെങ്ത്ത് കുറവാണല്ലോ, അതാണ് ബോട്ടം ഇത്ര വിടുത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ നല്ലൊരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടല്ലോ, വീഡിയോയിൽ ചിലപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു നീല ഷെയ്ഡ് കാണാൻ ചാൻസ് ഉണ്ട്. അത് ഡാമേജ് ഒന്നുമല്ല, അത് ചോക്കാണ് കേട്ടോ. അത് പോകുകയെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല ഒരു ഷോള്. എല്ലാം ഇനി ഞാൻ ഷോളൊന്നും നിവർത്തുന്നില്ല കേട്ടോ. ഒരു ഷെയ്ഡിൻ്റെ നിവർത്തിയിട്ട് ബാക്കി ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. കാരണം ഷോള് നല്ല ലെങ്ത്തും വിടുത്തും വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് മാഷാഅല്ലാഹ് ഭയങ്കരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളക്ഷൻസ് ഒക്കെ മാറ്റി കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾ അത് കരുതിയിട്ടാണല്ലോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണത്. വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ നിരാശപ്പെടുത്താതെ നല്ല കളക്ഷനായിട്ട് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാണ് കേട്ടോ, അതിന് മെഷർമെന്റ് വ്യത്യാസം വരും. ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, ഇത് 2XL ഉള്ളൂ കേട്ടോ. ഇത് 3XL വേണ്ടവർ എടുക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചു എടുക്കുകൊണ്ടു ലാസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് പറ്റുന്നില്ല, 3XL ഇല്ലാതെ പരാതി പറയരുത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു പ്രിന്റാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ്. ഇനി വേണ്ടവർ ചോദിച്ചോളൂ, ഞാനപ്പോൾ മെഷർ ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഷോള്. ഫാബ്രിക് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫാബ്രിക്കാണ്. മീറ്ററിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. പൊതുവെ ഈ ഒരു കൊയിന്ന തുണികളുണ്ടല്ലോ, ആ ഒരു കൊയിന്ന തുണിക്ക് തന്നെയാണ് റേറ്റ് കൂടിയ. അപ്പം അതിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. അത്യാവശ്യത്തിന് നിങ്ങൾക്കിത് ഫങ്ഷൻസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓവർ ആയിട്ടല്ല, പക്ഷെ അത്യാവശ്യത്തിന് ഫങ്ഷൻസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് പീസാണ്. പക്ഷെ ടോപ്പ് ഞാൻ പറഞ്ഞാലും 42 ലെങ്ത് ഉള്ളൂ. അപ്പം അത് ആവശ്യമുള്ളവർ എടുത്തോളൂ കേട്ടോ. എനിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇട്ട് നോക്കിയത് തന്നെയായിരുന്നു. ബൊട്ടൊക്കെ കണ്ടല്ലോ, ബൊട്ടൊക്കെ നല്ല വിടുത്ത് വരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സെറ്റ് വരുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് കാണാം, ഇല്ലെങ്കിൽ ഒരുപാട് ലാഗായി പോവും. നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇത് ഒരു ഫോയിൽ പ്രിൻ്റാണ്. ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നില്ല തോന്നുന്നു. ഇവിടെയൊക്കെ ഗ്ലിച്ച് വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ഗ്ലിച്ച് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. സ്ലീവ് ഉണ്ട്, കണ്ടല്ലോ. സ്ലീവ് 3/4 സ്ലീവ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ സെറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഷോൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ ഇട്ടാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. കണ്ടല്ലോ, നല്ല ഭംഗിയില്ല ഇതിൻ്റെയൊക്കെ ഷോൾ കാണാൻ. അപ്പോൾ ഇത് 2 പീസിലൊന്നും ഒതുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ 3 പീസ് 4 പീസൊക്കെ എടുത്തോളൂ കേട്ടോ. കാരണം എപ്പോഴൊന്നും ഈ ഒരു പ്രൈസിന് ഇങ്ങനത്തെ ഐറ്റം കിട്ടിയെന്ന് വരില്ല, കാരണം അത്ര ക്വാളിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഇതേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ല ഒരു ആഷ് ഷെയ്ഡ് പോലെയാണ് കേട്ടോ ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇത് മടക്കി വെച്ചപ്പോൾ എനിക്ക് അത്ര കണ്ട രസം തോന്നിയിരുന്നില്ല. പക്ഷെ നിവർത്തിയപ്പോഴാണ് ഇതിൻ്റെ ഷോളൊക്കെ എനിക്ക് മനസ്സിലായത്. കാരണം പുതിയ സ്റ്റോക്കാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനും എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ കാണുന്നത് കേട്ടോ. ഒരു ഗ്രേ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോട്ടം, കണ്ടല്ലോ. ബോട്ടൊക്കെ നല്ല അടിപൊളി എലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സെറ്റ് കാണിച്ചു തരാം. നെക്സ്റ്റും ഇതേപോലത്തെ ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ. ഇതും തന്നെ നല്ലൊരു ഫോയിൽ പ്രിന്റിങ് തന്നെയാണ് കേട്ടോ. ഫോയിൽ പെയിന്റിങ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ഗോൾഡൻ ഗ്ലിറ്റ് ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. സ്ലിറ്റഡ് ആണ്. പിന്നെ ഇതാണ് അതിൻ്റെ ബോട്ടം. ഓക്കെ, കണ്ടല്ലോ, നല്ലൊരു പലാസോ ആണ്. നോർമൽ പലാസോ അല്ല, കുറച്ച് വിടുത്ത് വരുന്ന പലാസോ തന്നെയാണ് കേട്ടോ. പിന്നെ അതെ അതിൻ്റെ ഷോളാണ് ഇത്. അടിപൊളി അശാവ്. പിന്നെ ഇതേ നെക്സ്റ്റ് ഇതാണ് കേട്ടോ. നമ്മൾ മുൻപ് കൊണ്ടുവന്നില്ലാതെ എനിക്ക് തോന്നുന്നു നല്ല ഐറ്റാണ് കേട്ടോ. ഫോർഡബിൾ നൈൻ നമ്മൾ ഒരു ഡെൽറ്റ ക്രഷിൽ കൊണ്ടുവന്നിരുന്നു. അത് നല്ല ഐറ്റ് ആയിരുന്നു കേട്ടോ ഫോർഡബിൾ നൈനിൽ. അതിന് മുമ്പ് നമ്മൾ ഫോർഡബിൾ നൈനിൽ ഒരു കോട്ടന് പോലത്തെ ഒരു ഫാബ്രിക് കൊടുത്തിരുന്നു. അതും നല്ലതായിരുന്നു. പക്ഷെ അതിന് മുൻപ് കൂടുന്ന വെച്ച് നോക്കുമ്പോൾ ഇപ്പം കൂടുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം അന്നത്തിയിൽ മെറ്റീരിയൽ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഒന്നും കൂടി അടിപൊളി. കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഷോള്. പിന്നെ ഇത് അതിൻ്റെ ബോട്ടാണ് കേട്ടോ. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. ഇങ്ങനെ ഇതും തന്നെ ഫോയിൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. ആ ഒരു ഗ്ലിറ്റ് ഇതിലും കിട്ടുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ ഇത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കൈ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ലൊരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് പീസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ടീച്ചേഴ്സൊക്കെയാണ് നമ്മുടെ അധികം ഈ റേറ്റിനുള്ള സാധനം അധികം ടീച്ചേഴ്സ് എടുക്കാറ്. കാരണം അവർക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഏത് ഡ്രസ്സും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ഏത് ഡ്രസ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതൊക്കെ 3XL മെഷർമെൻറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ വേണമെങ്കിൽ ഒന്ന് മെഷർ ചെയ്ത് പറയാം. പിന്നെ ഇതൊക്കെ ഒരുപാട് പീസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. 1 by 1 ആയിട്ട് പതുക്കെ ഓർഡേഴ്സ് എടുക്കുള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പോൾ ചോദിക്കുന്നവർക്ക് ആർക്കെങ്കിലും മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് മെസ്സേജസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും റീപ്ലൈ തരും. അതും താഴത്തുനിന്ന് തന്നെ നമ്മൾ നോക്കി തുടങ്ങും കേട്ടോ. പിന്നെ വീഡിയോ ഇടുന്ന ടൈം തന്നെ ഏകദേശം നേരം വൈകിട്ടുണ്ടല്ലോ. ഇനി ഇത് ഈ ഒരു 5 കളക്ഷൻസും കൂടി, അതായത് 10 കളേഴ്സിൽ 5 പീസസും കൂടെ കാണിക്കാനുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ പറയാം കേട്ടോ. ഗീവ് അവേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സിൽ തന്നെ നമ്മളൊരു 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരാളെന്നല്ല ഒരുപാട് പീസ് എടുക്കുന്നത്, അവർ മുഖേന നമുക്ക് ഒരുപാട് സെയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ 2 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇവർ ചിലപ്പോൾ നമുക്ക് അധികം കമൻറ്റ് ഇട്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇവർ വഴി ഒരുപാട് സെയിൽ നടന്നിട്ടുണ്ട്. സോ ഞാൻ അവരുടെ ID ചോദിക്കുക ചെയ്തു. ഒന്ന് മാസിമോൻ 566, പിന്നെ ഷാക്കി ഈ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇവർ കമൻറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവരാണ് 2 പേര് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടിയത്. ഇവർ മുഖേനയാണ് കേട്ടോ. അതായത് ഇവരെടുക്കും, ഇവർ വഴി ബാക്കിയുള്ളവരെയും കണക്ട് ചെയ്തെടുക്കും. ഇതിൽ തന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരുപാട് പേര്, ഒരുപാടൊന്നുമല്ല, ഒരു 10 പേരിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് വെറുതെ കഴിഞ്ഞ ഒരു 5 പേരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ഞാൻ അവരെയും നമ്മുടെ ഇതിൽ കൂട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഇനി വേറെയും കസ്റ്റമേഴ്സ് കൂട്ടുകയാണെങ്കിൽ അവരെയും നമ്മൾ ലിസ്റ്റിൽ എഴുതി വെക്കും കേട്ടോ. പിന്നെ അടുത്തൊരാൾ, ഇപ്പോൾ 2 പേരെ പറഞ്ഞു. മൂന്നാമതൊരാൾ സിന്ധു കുഞ്ഞുമോൻ
6999. ഇവർ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുള്ളത് 52 കമൻറ്റാണ്. പക്ഷെ ഇവരെ നാം കമൻറ്റ് നോക്കിയിട്ടല്ല സെലക്ട് ചെയ്ത്. ഇവർ നമ്മളുടെ വീഡിയോസ് എന്നും ഷെയർ ചെയ്തിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടും അങ്ങനെ നന്നായിട്ട് നമ്മളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വേറെയും ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഇവരാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഇവർ മുഖേന നമുക്ക് കുറച്ച് എന്താ പറയുക കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഇവരെ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ സിന്ധു കുഞ്ഞുമോൻ 6999 കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ നമ്മുടെ ആള് സ്വാലിയ ക്രിയേഷൻ ആണ്. സ്വാലിയ ക്രിയേഷൻ 1187. ഇവര് 100+100ലധികം കമൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വട്ടം സ്വാലിയ ക്രിയേഷന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഫസ്റ്റ് മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് അവർക്കാണ് കേട്ടോ. 5ാമത്തെ ആള് മുജീബ് V3U. മുജീബ് V3U. ഇവര് നമുക്ക് 89+ കമന്റ്സ് വന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ ആള് അവരാണ് കേട്ടോ. ഇതിൽ തന്നെ ഞാൻ വീണ്ടും ഒരുപാട് പേരെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കമന്റ്സിന്റെ എണ്ണം നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. ചിലവർക്കൊക്കെ എല്ലാവർക്കും എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ ഒരു സാമ്പത്തികത്തിലൂടെ ഞാൻ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ എത്തുമ്പോൾ ഞാൻ ഇതിൽ ബാക്കി ഞാൻ എഴുതി വെച്ച പേരുകളുണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുക്കും. നെക്സ്റ്റ് 6ാമത്തെ ആള് ഷംന മുഹു 6336 71 കമന്റ്സ് അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഷംന മുഹു 6336. ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം. അതാണ് ഞാൻ ഒരു ഗീവ് വെക്കാതെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തത് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ വേണം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ. 7ാമത്തെ ആള് റഫീക്ക 15K, അതോ റഫീക്ക ISK ആണോന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, റഫീക്ക. അവർ നമുക്ക് 69+ കമന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 7 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 10K+ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗീവ് വെക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഗീവ് വിന്നേഴ്സ് ആണ് ഈ ഒരു 7 പേര്. ഇതിൽ പിന്നെ വളരെ 1-2 കമന്റ്സിന് പിന്നിപ്പോയവരുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കാണ് സങ്കടമായി. പക്ഷെ ഇൻഷാ അല്ലാ ഇതല്ലാതെ ഞാൻ വേറെ ഒരുപാട് പേരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാ നമ്മുടെ ചാനൽ വലുതാവട്ടെ ഞാൻ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. പിന്നെ ഇവർക്കുള്ള ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 399 ഗൗൺ ഇട്ടിരുന്നല്ലോ. അപ്പോൾ 7 ഗൗണ് നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 ഗൗണാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഏത് ഗൗണാണ് തരുന്നതെന്ന് ഞാൻ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലവർക്ക് ചിലത് പറ്റും, ചിലർക്ക് ചിലത് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. 7 ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിനി ഇവർ എനിക്ക് അഡ്രസ്സ് വിട്ടുതരുമ്പോൾ ആ 7 പേരുടെ അഡ്രസ്സ് ഞാൻ അതിൽ എഴുതി ഒട്ടിക്കുക ചെയ്യാം കേട്ടോ. അപ്പൊ അവർക്ക് ഏതാ കിട്ടാന്ന് എനിക്കറിയില്ല. എന്തിനും XXL സൈസ് ആയിരിക്കും. ഇനി അല്ല അതിൽ ഈ ഒരു 7 പേരിൽ ആരെങ്കിലും ഗൗൺ ഇടാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ അജറക് മാക്സി ആയിരിക്കും ഗിഫ്റ്റ്. അപ്പൊ ഗൗൺ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജറക് മാക്സി സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് നമുക്ക് കളക്ഷൻ കാണാം. പിന്നെ ഇതിൽ കിട്ടാത്തവരാരും നിരാശപ്പെടരുത്. കണ്ടല്ലോ സർപ്രൈസ് ആയിട്ട് കിട്ടിയത്. ഇൻഷാ അല്ലാ ഇതേപോലെ നിങ്ങൾക്കും കിട്ടും. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതല്ല, ഇതിൽ കുറച്ചധികം പേരുടെ ഞാൻ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ആയിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട് കണ്ടിന്യൂ ആണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും. ശേഷം നമ്മൾ ഓരോരോ ഗീവ് വെക്കും കേട്ടോ. പിന്നെ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല. കിട്ടാത്തവർ പ്ലീസ് നിരാശപ്പെടരുത് കേട്ടോ. എനിക്ക് എല്ലാവർക്കും തരണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള സാമ്പത്തികത്തിലൂടെ ഞാൻ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ എത്തട്ടെ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു പ്രിന്റാണ്, കണ്ടല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യോക്കിലായിട്ടൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പ്രിന്റ്. ഇതിന്റെ സെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഷോളാണ് ഇത്. ഇതില്ലേ വീഡിയോ എടുക്കണേറെ ബുദ്ധിമുട്ട്. ഇനി ഇതൊക്കെ മടക്കി വെക്കാനാകും. പിന്നെ അതിന്റെ ബോട്ടാണ് കേട്ടോ. അത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ഒനിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡാണ്. നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി കേട്ടോ. അതെന്നെ ഷെയ്ഡ് ശരിക്കും പറഞ്ഞു തരാത്ത. കാരണം ഒന്നാമത് എനിക്ക് ചോപ്പും കറുപ്പും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ഷെയ്ഡും എനിക്ക് മാറിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അതിന്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഇത് എല്ലാത്തിലും 2 കളേഴ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മോഡലിൽ 2 ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാകും കേട്ടോ. പിന്നെ ഇതാണ് അതിന്റെ ഷോള്. പിന്നെ അതിന്റെ ബോട്ടാണ് കേട്ടോ. ഈ കാണിക്കുന്നത് പറഞ്ഞാലോ 2 മോഡൽ ഉണ്ടാകും. അല്ല, ഒരു മോഡലിൽ 2 ഡിഫറെന്റ് കളേഴ്സ് കേട്ടോ. നെക്സ്റ്റ് ഇതാണ്. ഇതും തന്നെ ഫോയിൽ പ്രിന്റിങ് തന്നെയാണ്. ഇതിന്റെ ഈ ഒരു യോക്കിലായിട്ട് വർക്ക് ഉണ്ട്. സ്ലിറ്റഡ് ആണ് കേട്ടോ. സൈഡ് ഓപ്പൺ വരുന്ന നല്ലൊരു ടോപ്പാണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ സെയിം പ്രിന്റ് തന്നെ ആയിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക. പിന്നെ അതിന്റെ ഷോള് ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിന്റെ ഷോളൊക്കെ കണ്ടല്ലോ. നല്ല ലെങ്ത്തും വിടുത്തുണ്ട്. തലയിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ്. ബോട്ടം പലാസോ ആണ് കേട്ടോ.
കണ്ടല്ലോ, നല്ല വിടുത്ത് വരുന്ന പലാസോ ആണ്. നെക്സ്റ്റ് മോഡൽ കാണിച്ചു തരാം കേട്ടോ. സോറി, നെക്സ്റ്റ് മോഡലല്ല, ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ്. ഇത് അതിൻ്റെ ഷോള്. ഇനി നിർത്തുണ്ടല്ലോ, നേരത്തെ കാണിച്ചു തന്നില്ല. ഇത് അതിൻ്റെ ബോട്ടം. കാരണം വീഡിയോക്ക് നല്ല ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി അപ്ലോഡായിട്ട് ഇത് കിട്ടുമോ എന്നാണ് എനിക്ക് സംശയം. നെക്സ്റ്റ് ഇത് അടുത്തൊരു പീസാണ് കേട്ടോ. ഇതിലും തന്നെ ഫോയിൽ പെയിൻറ്റിങ് ആണ്. എല്ലാത്തിനും ഫോയിൽ പെയിൻറ്റിങ് ആണ്. അപ്പോൾ ചിലതിലേക്ക് ഇങ്ങനെ ഗ്ലിറ്റ് വരും കേട്ടോ. ഇതെടുത്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ, ഒരു തിളക്കുണ്ടാകും. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫങ്ഷൻസ് വെയർ ആയിട്ടൊക്കെ നോർമൽ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ. ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ബോട്ടം. 499 വരുന്നുള്ളൂ. 2 പീസിനാണ് ഫ്രീ ഷിപ്പ്. 2 പീസ് ഫ്രീ ഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. കാരണം 699 ഐറ്റാണ് നമ്മൾ ഈ 499 തരുന്നത്. അത്രയും കുറച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഷോള്. കണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ്, ഈ ഒരു റെഡിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പും ബോട്ടം ഷോള് ഇതിൻ്റെ ബോട്ടം കേട്ടോ. നെക്സ്റ്റ് ഏകദേശം കഴിയാനായി തോന്നുന്നു. ഇനിയൊരു 2 പ്രിന്റും കൂടെ കാണിക്കാനുള്ളൂ. അതുകൊടുക്കുന്ന കൂടി കഴിഞ്ഞു ഗൈസ്. പിന്നെ അതെ, കാരണം ഒരുപാട് കളക്ഷൻ കാണിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ ഇതിലൊക്കെ നമുക്ക് നന്നായിട്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർ ഓർഡർ തരിക കേട്ടോ. പിന്നെ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെ അത്യാവശ്യം വരുന്നതാണ് കേട്ടോ. അല്ലാതെ ഹോൾസെയിൽ റേറ്റ് കുറഞ്ഞ ഐറ്റൊന്നുമല്ല. ഹോൾസെയിൽ റേറ്റ് തന്നെ ഇതിന് അത്യാവശ്യം വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് അത്രത്തോളം ഓഫർ ഇട്ടു എന്നുള്ളൂ. കാരണം നമ്മുടെ ഒരു സന്തോഷം. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഓഫർ ഇടാൻ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. പല തുള്ളിൽ പെരുവെള്ളം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. ഓക്കെ, മാഷാഅല്ലാഹ്. എന്തായാലും സെയില് തുടർന്നും ഉണ്ടാവട്ടെ. ആ ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ കളക്ഷൻസ് കൊണ്ടുവരുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് പ്രിന്റ്. ഇതതിൻ്റെ ബോട്ടം ഷോളാണ് കേട്ടോ. ഈ ലാസ്റ്റ് പ്രിന്റ് ഇതാണ്. നല്ല ഒരു അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു യോക്കിലൊക്കെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് എന്താ പറയുക, നല്ല ഫോയിൽ പെയിന്റിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഗ്ലിറ്റ് ഉണ്ട്. അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. കറക്റ്റ് എന്താ പറയുക, മസ്ലിൻ അതായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. മസ്ലിനൊക്കെ അറിയാലോ, അത്യാവശ്യം റൈറ്റും ഉണ്ട്. പിന്നെ കൊയിന് നിൽക്കുന്ന ഒരു ഫാബ്രിക്കും ആണ്. ഇതാണ് അതിൻ്റെ ഷോള്. പിന്നെ അതിൻ്റെ ബോട്ടാണ് കേട്ടോ. ഈ കാണിക്കുന്ന ഈ ഒരു പ്രിന്റാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഈ ഒരു ബ്ലൂയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതിനിത് പറഞ്ഞ് ഞാൻ കിതച്ചു ഗൈസ്. ഇതിൻ്റെ ഷോള്, ഇതിൻ്റെ ബോട്ടം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കേൾക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ഓർഡർ തരുന്നുണ്ട്. അതേപോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി കളക്ഷനായി വരുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 by 1 ആയിട്ട് എനിക്ക് ഇങ്ങനെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഓഫറാണ്. ഓഫർ മിസ്സാക്കണ്ട. കാരണം അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ 499 തരുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് ഓർഡർ തന്നോളൂ. ഞാൻ 1 by 1 ആയിട്ട് റിപ്ലൈ തരാം കേട്ടോ.